ഞങ്ങൾ പെട്ടു, ഭയങ്കര മഴ. ഹായ്, എല്ലാവർക്കും ഡ്രൈഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജത്തിൻ, ഞാൻ ടീന. ഇന്നത്തെ പരിപാടി കപ്പയും പോർക്കും നമ്മൾ ഇവിടെ നിന്ന് പറമ്പിൽ നിന്ന് ഉണ്ടാക്കുന്നു, നേരെ ആറ്റി പോകുന്നു, ചാടുന്നു. കഴിക്കുന്നില്ലേ? അവിടെ ചെന്നിട്ട് കഴിക്കാം. ചാടി നീന്തി കഴിയുമ്പോൾ നല്ല വിശപ്പായിരിക്കും. കുറേ നാളായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാതിരുന്ന കാരണം മുഴുവൻ കാട് പിടിച്ചു. ആക്ച്വലി കാടല്ല, നമ്മുടെ അടുപ്പ് മുഴുവൻ കുരുമുളക് കയറി. നമ്മൾ പണ്ട് തീ കത്തിക്കുന്ന ഇവിടെ ആയിരുന്നു, നമ്മുടെ സ്ഥിരം പറമ്പിലെ സ്പോട്ട്. കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗൺ. കപ്പ വേകുമ്പോഴത്തേക്ക് നമ്മുടെ പോർക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കിയ പോർക്ക് അതിലേക്ക് ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേവിച്ചെടുക്കാം. പോർക്കിൻ്റെ മീറ്റാണ് കൂടുതലും, അല്പം ഫാറ്റും ഉണ്ട്. എന്നാൽ സ്കിന്ന് കംപ്ലീറ്റ്ലി കളഞ്ഞാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്കിന്ന് ഇഷ്ടമല്ല, അതുകൊണ്ട് അത് കോഴിക്ക് കൊടുത്തു. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 വിസിലോളം വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് പോർക്കിനുള്ള ഗ്രേവി തയ്യാറാക്കാം. എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കാന്താരി ഇട്ട് ചെറുതായിട്ടരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും ഇട്ട് ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഒരു 2-3 സവോള അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സവോള വേഗം വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് 2 ടൊമാറ്റോ ഇട്ടതിന് ശേഷം ബാക്കി പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ടൊമാറ്റോയും മറ്റു പൊടികളും നന്നായി വഴണ്ടതിന് ശേഷം നമ്മുടെ മെയിൻ സാധനമായ പോർക്ക് നമുക്കിനി ഇങ്ങോട്ടിടാം. കപ്പയല്ലേ, അപ്പം നമുക്ക് കുറച്ച് ചാറൊക്കെ വേണ്ടേ. അപ്പോൾ ഒന്ന് പാതി പറ്റിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു നല്ല മണം വരും. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പോർക്ക് വാങ്ങി വെക്കാം. പോർക്ക് റെഡിയായി, ഇനി നമുക്ക് കപ്പ റെഡിയാക്കാം. എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കപ്പയുടെ അരപ്പും കൂടി ഇടാം. അരപ്പരച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങ, ചെറിയ ജീരകം, ചുമന്നുള്ളി, വെളുത്തുള്ളി ഇത് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചുകൊണ്ട് വന്ന അരപ്പാണിത്. ഇതിലേക്ക് വേവിച്ച് വെച്ച കപ്പയും കൂടി ഇട്ടിട്ട് കുഴച്ചെടുക്കാം. ഉപ്പും കൂടെ ചേർത്തായിരുന്നു ഞാൻ അരപ്പരച്ചത്. നമ്മുടെ പോർക്കും കപ്പയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആറ്റരികത്തേക്ക്. നമ്മൾ ഇതുവഴി ഇറങ്ങി ചെന്നിട്ട് അങ്ങ് താഴെ ആറ് കാണാം, അവിടെ നമ്മൾ പോകുന്നത്. ഇത്തവണ വെള്ളമുണ്ട് കിടും. നിറച്ച് കാടായി, അത് കാരണം നമുക്കിപ്പോൾ പോകാൻ പറ്റുന്നില്ല. പെട്ടെന്നാണ് കയറി അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പോൾ ഇത്ര ഇല്ലായിരുന്നു. ഞങ്ങൾ താഴെ എത്തി. കഴിഞ്ഞ തവണത്തേലും ഭയങ്കര കാടായിരുന്നു. ഇനി നമുക്ക് നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം, ഇറങ്ങാം. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത സ്ഥലമാണിത്. ഇതുവഴി ഇപ്പോൾ ഉറവയൊക്കെ ഒഴുകാൻ തുടങ്ങി. നമുക്കിനി കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയി നോക്കാം.
നല്ലൊരു 1.5 ട്രക്കായിരുന്നു അല്ലേ? ചാടാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ ക്ഷീണിച്ചു പോയി. എന്നാലും ഇതിനകത്ത് ചാടി കഴിയുമ്പോൾ നല്ല തണുപ്പായിരിക്കും ഈ വെള്ളത്തിന്. അപ്പോൾ നമ്മുടെ ക്ഷീണം അങ്ങ് മാറും. പക്ഷെ അത് കഴിയുമ്പോൾ നല്ല വിശക്കുമായിരിക്കും. ചാടാം. അങ്ങനെ ഒരാൾ ചാടാൻ പോവുകയാണ്. ചാടിയില്ലേ? ഞാൻ വിചാരിച്ചു അവിടുന്ന് ചാടുവന്നു. നല്ലൊരു സ്വിമ്മായിരുന്നു. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്നതിൻ്റെ ക്ഷീണമൊന്നും മാറി. ഇങ്ങനെ നമുക്ക് കഴിക്കാം. ഞങ്ങൾ പെട്ടു. ഭയങ്കര മഴ. ഇത് ഒരാളിരിക്കുന്നുണ്ടോ? വീഡിയോ ഇവിടെ തീരുകയാണ്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. ഈ മഴ തീരാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. വാറെല്ലാം തെന്നിക്കിടക്കുക. അപ്പൊ ബൈ.